അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ്. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പച്ചരി, അപ്പം ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ പച്ചരി ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന പച്ചരി, അതാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന അളവ് ഞാൻ എപ്പോഴും എടുക്കുന്നത് 250 ml കപ്പിന്റെ അളവിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കാറുള്ള ആ ഗ്ലാസ്സിൽ എടുത്താൽ മതി. ബാക്കി എല്ലാ അളവുകളും അതേപോലെ എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ലോണം കഴുകിയതിന് ശേഷം ഞാൻ വെള്ളമെല്ലാം കളയാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഇത് കുതിർത്തിട്ടില്ല. ഈ പച്ചരി ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. 3-4 പ്രാവശ്യം കഴുകി എടുത്തതാണ്. ഇത് ഈ കടായിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഗോൾഡൻ നിറം നമുക്ക് ഈ അരിക്ക് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഒരു ലൈറ്റ് ആയിട്ട് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരി എടുത്ത് കടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒന്ന് പൊട്ടി വരുന്നത്. അപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിവിടെ ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള സമയം 7 മിനിറ്റ് ആണ്. അപ്പോൾ ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി ഇതൊന്ന് നല്ലോണം തണുത്തിട്ട് വരണം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ മാറണം. അതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയുടെ നിറമൊന്നും മാറാനും പാടില്ല. പക്ഷെ ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ നമുക്ക് മാറി കിട്ടുകയും വേണം. അപ്പൊ നമുക്ക് വറുത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലൊരു തേങ്ങ വറുത്തതിന് നല്ലൊരു മണമൊക്കെ വരും. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. വറുത്ത് മാറ്റി വെച്ച അരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഒരു ചെറിയ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒട്ടും ഈർപ്പമില്ലാത്ത ജാറ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് അരിച്ചെടുക്കാം. കുറച്ച് വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് തരിയുണ്ട്, ഇത് നമുക്ക് കളയാം. അടുത്തതായിട്ട് മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക. ഈർപ്പമൊന്നും ഇല്ലാത്ത ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വറുത്തിട്ട് പൊടിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത് 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. ടോട്ടൽ ഞാൻ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിന് നമുക്ക് തിളച്ച് വരണം. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് കാരമലായി വരുന്നതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ പഞ്ചസാര എല്ലാം കാരമലായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. ഈ സമയത്ത് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ പഞ്ചസാര എല്ലാം കാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടണം. പഞ്ചസാര കാരമലായിട്ട് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ പാടില്ല. എന്നാൽ ഈ കാരമലിന് ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ അവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മാറി നിന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഇതുപോലെ കട്ട പോലെയൊക്കെ ഇരിക്കും. അതെല്ലാം ഒന്ന് നമുക്ക് അലിഞ്ഞു കിട്ടണം. ഈ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ തന്നെ ഇത് അലിഞ്ഞു വന്നോളൂ. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമൽ ആയത് എല്ലാം വെള്ളത്തോട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ കാരമലിലോട്ട് നമുക്ക് തിളപ്പിച്ച് മാറ്റി വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ നമ്മുടെ പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച അരിപ്പൊടി കുറച്ചായിട്ട് ഇട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം പകുതി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുക്കാനുള്ളത്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അരിപ്പൊടി വറുത്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. ഒരുപാട് വലിയ താമസമൊന്നും വരില്ല. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് മധുരം കിട്ടുള്ളൂ. 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പൊ നമ്മുടെ പഞ്ചസാരയും നെയ്യും ഏലക്കാപ്പൊടിയും എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാനിൽ നിന്ന് ഒരു ബോൾ പോലെ ഇതായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ബോൾ പോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്കിന്റെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഇതുപോലെ 2 ഭാഗത്തും ഞാൻ മുറിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന്റെ സൈഡിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ മിക്സ് കുറേശ്ശെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് ലെവൽ ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റ് ചെയ്ത് എല്ലാ വശങ്ങളും ഒരുപോലെ നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല അമർത്തി ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മുറിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുമെന്ന്. പക്ഷെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം ആയി കിട്ടിക്കോളും. ഒരു സ്പാച്ചിലോ സ്പൂണിന്റെ അടിവശത്തോ കുറച്ച് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നല്ലോണം തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റും പെർഫെക്റ്റ് ആണെന്ന്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് കറികൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.